കേരള സ്റ്റോറിക്കെതിരെ ഹൈക്കോടതി. സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണെന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും കോടതി പറഞ്ഞു. ഹൈക്കോടതി നാളെ സിനിമ നേരിൽ കാണും. ഗോപിക, എന്താണ് ഈ വിധിയിൽ പറയുന്നത്? നജ്മ, എന്തായാലും കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഹർജി ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമ കാണാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം. നാളെ ഈ സിനിമ ഹൈക്കോടതി കാണും. കാരണം ഇതിന് പ്രധാനമായും ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഉന്നയിച്ച കാരണങ്ങൾ എന്തെന്നാൽ ഈ സിനിമയിൽ തന്നെ ട്രൂ ഇവന്റ്സ്, ഇത് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പേര് തന്നെ, സിനിമയുടെ പേര് തന്നെ കേരള സ്റ്റോറി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേരും അതുപോലെ തന്നെ ട്രൂ ഇവന്റ്സ് എന്നും പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് വ്യക്തമാക്കണമെന്നാണ്. കാരണം ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ വളരെ വസ്തുതാപരമായ കാര്യങ്ങളാണ് സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ്. സാധാരണഗതിയിൽ ഒരു സിനിമയുടെ വിഷയത്തിൽ ഇടപെടരുത് എന്നാണ് കോടതിയുടെ അഭിപ്രായം. എന്നാൽ സിനിമ എന്ന് പറയുന്നത് ഒരു കലയാണ്. പക്ഷെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. അത് കോടതി വിലയിരുത്തേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അത് സിനിമ കണ്ടാൽ മാത്രമേ അത്തരത്തിൽ എന്താണ് ഇത്തരത്തിൽ ഈ ട്രൂ ഇവന്റ്സ് അതുപോലെ തന്നെ ഈ കേരള സ്റ്റോറി എന്ന് പറയാൻ ഇതിൽ കാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഹൈക്കോടതി പറയുന്നു. കാരണം കേരളത്തിന്റെ പ്രതിച്ഛായയെ തന്നെ അത് ബാധിക്കും. നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ വന്ന സമയങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ സാമൂഹിക സാഹചര്യവുമായി ബന്ധമില്ലാത്ത വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു സിനിമയിലെ ട്രെയിലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമ കാണാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഇതിന് പ്രധാനമായി കാരണം ഈ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്നതാണെന്ന്, അത് കേരളത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് എന്ന രീതിയിൽ നിരവധി സ്ത്രീകളെ എല്ലാം തന്നെ ഇന്നലെയുള്ള ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ കേരളവുമായി എന്താണ് ബന്ധം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് കൃത്യമായ ആശങ്കയുണ്ട്. അതായത് ഹർജിക്കാരന്റെ വാദം ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇതിൽ എന്തായാലും സിനിമ കണ്ടാൽ മാത്രമേ ഇതിൽ എന്താണ് ഇത്തരത്തിൽ പറയാനുള്ള സാഹചര്യം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിനിമ കാണാൻ തന്നെയാണ് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജഡ്ജിമാർ ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.